അങ്ങോട്ട് ചെയ്യേ. ഇവിടെ വേറെ കുറെ പണി കിടപ്പുള്ളതാ. അമ്മ നാളെ എനിക്ക് എക്സാം ആയിട്ട് ഞാൻ പഠിച്ചോണ്ടിരിക്കുവല്ലേ, ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ അവനോട് അവനവിടെ വെറുതെ ഇരിക്കുവല്ലേ. ഡി 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 അവനെ കൊണ്ടാണോ നീ മുറ്റടിപ്പിക്കുന്നത്? അവൻ ആകൊച്ചല്ലേ, നീ അങ്ങ് ചെയ്തേച്ചാ മതി. അതെ, എനിക്ക് നാളെ പരീക്ഷയാണ്, എനിക്ക് പഠിക്കണം. പിന്നെ പഠിച്ചു വലിയ IAS കാര്യമാവാൻ പോവല്ലേ. എന്താ IAS ആയിരുന്ന കുഴപ്പം? എന്റെ പൊന്നോ, ഒരു IAS കാരി നടക്കുന്നു. നാളെ മറ്റന്നാൾ കെട്ടിച്ചുവിടാനുള്ള പെണ്ണ. പോടി, എഴുന്നേക്കോളൂ, പോയി നോക്കും. എന്തൊരു കഷ്ടമാ. അവനോട് പറഞ്ഞ പോലെ പഠിക്കുന്ന ഞാൻ തന്നെ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ ഇവിടെ. ഇച്ചിരി കൂടി പയ്യെ നോക്കും മോളെ, തറയ്ക്ക് നോക്കും. വല്ലവന്റെ വീട്ടിൽ ചെന്ന് കയറുന്ന പെണ്ണ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അവക്ക് ഒരു പണിയും അറിയത്തില്ല. അമ്മ എങ്ങനെ തൂത്താലെന്താ, വൃത്തിയായ പോലെ. അതെ, എന്തായാലും ഒരു അടുക്കളക്കാർ മാത്രമാണ് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വുമൺ എംപവർമെന്റിനെ പറ്റിയാണ്. അപ്പൊ പറ, നിങ്ങൾക്ക് എന്തറിയാം വുമൺ എംപവർമെന്റിനെ പറ്റി? ടീച്ചറെ ഞാൻ പറയാം. ഈ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടിരുന്ന ഏതാണ്ട് പരിപാടിയല്ലേ? ഓക്കെയാണ് കേട്ടാ. ശ്രുതിയുടെ അഭിപ്രായം എന്താ? ടീച്ചർ, ഈ ശാക്തീകരണം, സമത്വം, തുല്യത, അതിനല്ലേ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് അല്ലേ? അത് രണ്ടും ഒന്നല്ലേടാ കുട്ട. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ചില ധാരണകളൊക്കെ ഉണ്ട്. സ്ത്രീകളെ കൊണ്ട് ഈ ജോലി മാത്രമേ ചെയ്യാൻ പറ്റൂ, അല്ലെ ചില കാര്യങ്ങൾ സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഈ കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്ത ഗ്രേറ്റ് പീപ്പിൾസ് ആണ് നമ്മുടെ സുനിത വില്യംസ്. സ്ത്രീകൾക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ടൈമിൽ ബഹിരാകാശം വരെ പോയി തിരിച്ചു വന്നത് ഗ്രേറ്റ് വുമൺ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു, നമ്മുടെ ഇപ്പോഴത്തെ താരമായ ജമീമ, ഇവരെല്ലാവരും വുമൺ എംപവർമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി പാറു പറഞ്ഞേ, പാറുവിന്റെ ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടം? ടീച്ചർ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിവിൽ സർവീസ് എഴുതിയ ഒരു IAS ആവണം എന്നുള്ളത്. അതെന്താ അത് ചൂസ് ചെയ്യാനുള്ള കാരണം? ഒരു IAS കാരി ആവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കളക്ടറായിട്ട് ഒരു ജില്ലയെ മൊത്തം എനിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വല്ല MLA മന്ത്രി ആവുന്നല്ലേ നല്ലത്? അത് 5 കൊല്ലത്തെ കാലാവധി അല്ലേ ഉള്ളൂ ടീച്ചറെ. കളക്ടർ ആവുമ്പോൾ എന്റെ പ്രൊഫഷനും എന്റെ പാഷനും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാലം അത്രയും ഒരു ഭരണകർത്താവായിട്ട് എനിക്ക് കഴിയാൻ പറ്റുമല്ലോ. അത് കൊള്ളാതെ പാറു. നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്കാർക്കും അറിയത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ടീച്ചറെ, എന്റെ കുടുംബക്കാരെല്ലാരും സാധാരണക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ ചിന്താഗതികൾ സാധാരണ ആയിരിക്കുമല്ലോ. എന്നെ ഒരു 20-21 വയസ്സാവുമ്പോഴേക്ക് കെട്ടിച്ചുവിടാനാണ് അവരുടെ തീരുമാനം. പക്ഷെ ഞാൻ ഇങ്ങനൊരു നേട്ടം കൈവരിക്കുവാണെങ്കിൽ എന്റെ കുടുംബത്തിന്റെയും എന്റെ സമൂഹത്തിന്റെ ഒക്കെ ചിന്താഗതി എനിക്ക് മാറ്റിമറിക്കാൻ പറ്റും. അതുപോലെ അടുത്തൊരു ജനറേഷനെ എംപവർ ചെയ്യാൻ എനിക്ക് പറ്റും. ശരിയല്ലേ ടീച്ചറെ? വെരി ഗുഡ് പാറു. ഇങ്ങനെ വേണം സ്വപ്നങ്ങൾ ഉണ്ടാകുവാൻ. ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് പറന്നെത്തണം. അതിന് ജാതിയും മതവും ലിംഗവും ഒന്നും ഒരു തടസ്സമാകരുത്. ഓർക്കുക, നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ്. അത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. വീടിനും നാടിനും നാട്ടുകാർക്കും ഉപകരിക്കേണ്ട സ്വപ്നം, മറ്റുള്ളവരുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്ന സ്വപ്നം. So dear children, before winding up the class, I should say one more thing. If you educate a boy, you educate a man. But if you educate a girl, you educate a village. So always remember to respect every woman and their choices. Okay? See you all. Thank you. ഹലോ കളക്ടർ പാറു, അച്ഛനമ്മയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അറിഞ്ഞ? ഈ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നിന്നെ പിടിച്ച് കെട്ടിക്കോ. പരിശീലമുള്ളവേ വരും ഒരു
കൈരുട്ടകലാനം കത്തിച്ചോര ദൈവം ഓരോരിനേക്കും ജ്വാലയായിരിക്കുന്നു. ജന്മത്താലെ വന്നപ്പെട്ട അലവറി ഇനിയുണ്ടോ നോവിനൊരുതി മരണം വെറുതെ കാണാത്തൊരു കരുത്തനെ എതിരെങ്കിൽ നിൻ ജീവൻ വീഴും പൊടിയിൽ അടരാടമേ മുങ്ങിപ്പോകും നേരം ഒരു പാപം നീക്കും ഗംഗേ കണ്ണരുളുകില്ലേ പശ്ചാത്താപം മനോരംഗേ ചെങ്കതിരുമണിയുണ്ട് പിന്നും വെണ്ണിമാല നീ ചാർത്തൂ അരുണ തിലകമെന്നണിയൂ. അമ്മേ, എന്താ കൊച്ചേ? അമ്മ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്റെ കൊച്ചു നടക്കുകയാണെന്ന്. അമ്മ, എല്ലാ പെൺകുട്ടികൾക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ അതിന് നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും.